എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 വളരെയധികം സാമ്പത്തികമായി ഉയർച്ചയിൽ എത്തുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ്, അതുപോലെ തന്നെ നിരവധിയായ യോഗങ്ങൾ അനുഭവത്തിൽ വരുന്ന നക്ഷത്രജാതർ ആരൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത്. അതുപോലെ തന്നെ നിരവധിയായ ഗ്രഹമാറ്റങ്ങളും രാജയോഗങ്ങളും 2025 വർഷം എല്ലാ രാശിക്കാരിലും ഉണ്ടാകുന്നതാണ്. ചിലർക്ക് ദോഷഫലങ്ങളും അനുഭവത്തിൽ വരുന്നതായിരിക്കും. അതുപോലെ സമ്പത്തിൻ്റെ കാര്യത്തിലും ഈ വരുന്ന ഒരു വർഷം ഗുണമാണോ അതോ ദോഷമാണോ? 12 രാശിയിലും പെട്ട 27 നക്ഷത്രജാതർക്കും എന്നതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള സാമ്പത്തികമായ മാറ്റങ്ങളായിരിക്കും ഇവർക്ക് അനുഭവത്തിൽ വരിക എന്നതുകൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ ആദ്യമായി തന്നെ മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം. മേടം രാശിക്കാർക്ക് 2025 സാമ്പത്തിക ഫലം പറയുന്നത് ഗുണകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും എന്നാണ്. ഇവർക്ക് മെയ് മാസത്തിൻ്റെ പകുതി വരെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഇത് ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. മാത്രവുമല്ല, വരുമാനം വർദ്ധിക്കുകയും സമ്പത്ത് ഭാവിയിലേക്ക് നിക്ഷേപിക്കുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്യുന്നതായിരിക്കും. കൂടാതെ വർഷത്തിൻ്റെ ആദ്യം മുതൽ തന്നെ സാമ്പത്തിക സ്ഥിതി നാൾക്ക് നാൾ മെച്ചപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകാം. അടുത്തതായി ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, അതുപോലെ തന്നെ മകയിരം ആദ്യ അരഭാഗം. ഇടവൻ രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി പറയുന്നത് ഇവർക്ക് സമൃദ്ധിയുടെ വർഷമായിരിക്കും എന്നാണ്. കൂടാതെ ജനുവരി മുതൽ മെയ് വരെ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. കഠിനാധ്വാനത്തിൻ്റെ ഫലം തേടിയെത്തുന്നതായിരിക്കും. സാമ്പത്തികമായി പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ ഇവരെ തേടിയെത്തും. പൊതുവെ അനുകൂല ഫലങ്ങൾ തേടിയെത്തുന്ന വർഷമാണ്. രാജയോഗവും ഗജകേസ യോഗവും വരെ ഇവർക്ക് അനുഭവത്തിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിക്ഷേപങ്ങൾക്ക് എന്തുകൊണ്ടും അനുകൂലമായ ഒരു വർഷമാണ് ഈ ഇടവം രാശിക്കാർക്ക്. അടുത്തതായി മിഥുനം രാശിയിൽപ്പെട്ട മകയിരം അവസാന അരഭാഗം, തിരുവാതിര, അതുപോലെ തന്നെ പുണർതം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാർക്ക് ഈ വർഷവും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. എന്നാൽ അധിക ലാഭവും അധിക നഷ്ടവും ബാധിക്കുകയും ഇല്ല. അതുമാത്രവുമല്ല, കഠിനാധ്വാനത്തിൻ്റെ ഫലം തേടി എത്തുകയും ചെയ്യുന്നതാണ്. സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയില്ലെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ജനുവരി മുതൽ മെയ് വരെ വ്യാഴത്തിൻ്റെ പ്രതിസന്ധി നിലനിൽക്കുന്നതാണ്. ഈ സമയം വരുമാനം കുറയുകയും ചിലവ് വർദ്ധിക്കുകയും ചെയ്യും. വ്യാഴം 12-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുക. എന്നാൽ മെയ് പകുതിക്ക് ശേഷവും വ്യാഴം മികച്ച സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ സാമ്പത്തികമായി ഉള്ള നേട്ടങ്ങൾ അല്പാൽപമായി വർദ്ധിച്ച് വരുന്നതായിരിക്കും. അടുത്തതായി കർക്കിടകം രാശിയിൽപ്പെട്ട പുണർതം ആദ്യകാൽ ഭാഗം, പൂയം, അതുപോലെ തന്നെ ആയില്യം. കർക്കിടകം രാശിക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സമയത്തെ വെച്ച് നോക്കുമ്പോൾ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അതെപ്രകാരം കൈകാര്യം ചെയ്യണം എന്നതായിരിക്കും പലരും ഉണ്ടാകുന്ന കൺഫ്യൂഷൻ. മാർച്ചിന് ശേഷമാണ് ഇവരുടെ ഭാഗ്യം ഉദിക്കുന്നത്. ലാഭത്തിൽ പലപ്പോഴും സാമ്പത്തിക വിജയം ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. എന്നാൽ മെയ് മാസത്തിന് ശേഷം ചില ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും. ഇത് അല്പം നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. അടുത്തതായി ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം. ചിങ്ങം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും സമ്പത്തിൻ്റെ കാര്യത്തിൽ ഈ വർഷം.
അതുകൊണ്ട് തന്നെ വരുമാനം വർദ്ധിക്കുകയും അതുപോലെ തന്നെ പ്രതിസന്ധികൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയമായിരിക്കും. മെയ് പകുതി മുതൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. എന്നാൽ കേതുവിൻ്റെ സ്വാധീനം പലപ്പോഴും സാമ്പത്തികത്തിൽ കാര്യമായ കുറവുണ്ടാക്കുന്നതിന് കാരണമായേക്കാം. വ്യാഴം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുമെങ്കിലും കേതു, ശനി, രാഹു എന്നീ ഗ്രഹങ്ങൾ ചെറിയ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. ആയതിനാൽ തന്നെ കേതു, ശനി, രാഹു എന്നിങ്ങനെയുള്ള ഗ്രഹങ്ങൾക്ക് ഗ്രഹദോഷ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. പൂജയും മറ്റും ക്ഷേത്രങ്ങളിൽ ചെയ്യാവുന്നതാണ്. അടുത്തതായി കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അവസാന മുക്കാൽ ഭാഗം, അത്തം, അതുപോലെ തന്നെ ചിത്തിര ആദ്യ അരഭാഗം. കന്നിരാശിക്കാർക്ക് പൊതുവെ വരുന്ന വർഷം വളരെയധികം ലാഭകരമായിരിക്കും. അതുമാത്രവുമല്ല, സാമ്പത്തിക സ്ഥിതിയിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവും. കരിയറിൽ നേട്ടങ്ങൾ ഇവരെ അത്ഭുതപ്പെടുത്തിയേക്കാം. സാമ്പത്തിക നേട്ടങ്ങൾ പലപ്പോഴും നിങ്ങളിൽ തന്നെ വളരെയധികം ഞെട്ടലുണ്ടാക്കുന്നതായിരിക്കും. സമ്പദ് സമൃദ്ധിയിൽ 2025 മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതായിരിക്കും. വരുമാനത്തിനനുസരിച്ച് സമ്പത്ത് കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതും ആയിരിക്കും. അടുത്തതായി തുലാം രാശിയിൽപ്പെട്ട ചിത്തിര അവസാന അരഭാഗം, ചോതി, അതുപോലെ തന്നെ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിയിൽ ജനിച്ചവർക്ക് സമ്പത്തിൻ്റെ കാര്യത്തിൽ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പലപ്പോഴും സൂര്യൻ്റെ സ്ഥാനമാണ് ഭാഗ്യവും നിർഭാഗ്യവും നൽകുന്നത്. പണത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും തേടി എത്തുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതി ശക്തമാവുകയും മെയ് മാസത്തിൽ സ്വന്തമായ ബിസിനസ് ആരംഭിക്കുന്നതിന് വരെ ശ്രമിക്കുകയും ചെയ്യും. അനാവശ്യ ചിലവുകളെ നിയന്ത്രിക്കുന്നതിന് പക്ഷേ കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് നെഗറ്റീവ് ഫലങ്ങളെ സൃഷ്ടിച്ചേക്കാം. അടുത്തതായി വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം അവസാന കാൽഭാഗം, അനിഴം, അതുപോലെ തന്നെ തൃക്കേട്ട. വൃശ്ചികം രാശിക്കാർക്ക് ഈ വർഷം സമ്മിശ്രങ്ങളായ ഫലങ്ങളാണ് സമ്പത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുക. പലപ്പോഴും ബുധൻ്റെ സംക്രമണം മികച്ച ഫലങ്ങൾ നൽകുമെങ്കിലും ധനത്തിൻ്റെ അധിപനായ വ്യാഴം നിങ്ങൾക്ക് മെയ് മാസം വരെ ഗുണഫലങ്ങൾ വാരിക്കോരി നൽകുന്നതായിരിക്കും. എന്നാൽ മെയ് മാസത്തിന് ശേഷം ഇതിൽ മാറ്റം വരികയും സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. വർഷാരംഭം മുതൽ നിങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും മെയ് മാസത്തോടെ അതിൽ ചെറിയ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽ ഭാഗം. ധനുരാശിക്കാർക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും. എങ്കിലും സാധാരണമായ ഫലങ്ങൾ തന്നെയാവും ഉണ്ടാവുക. സമ്പത്തിൻ്റെ ഗ്രഹമാണ് വ്യാഴം. ഈ ഗ്രഹം മെയ് മാസം വരെ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുമെങ്കിലും ശനി മാർച്ച് മുതൽ 3-ാം ഭാവത്തിൽ വരുന്നതിനാൽ ചെറിയ പ്രതിസന്ധികളുണ്ടാകാം. എങ്കിലും വ്യാഴം വളരെയധികം സഹായിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇത് നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിൽ നിങ്ങൾ വിജയിക്കുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട. അടുത്തതായി മകരം രാശിയിൽപ്പെട്ട ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അതുപോലെ തന്നെ അവിട്ടം ആദ്യ അരഭാഗം. മകരം രാശിക്കാർക്ക് ഗുണഫലങ്ങൾ ഉണ്ടാകും. എങ്കിലും അതിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും. പലപ്പോഴും വ്യാഴം ഇവരിൽ ദുർബലമായ സ്ഥാനത്തായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. മെയ് പകുതി വരെ നേട്ടങ്ങളുണ്ടാകും. അതിനുശേഷം പലപ്പോഴും 6-ാമത്തെ ഭാവത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുകയും ദുർബലാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിൽ വിജയം കണ്ടെത്തും. പക്ഷേ അതിൽ കാണിക്കുന്ന അശ്രദ്ധ കൂടുതൽ വെല്ലുവിളികളെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. രാഹുവും ശനിയും ദോഷസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കണം. കൂടാതെ തന്നെ വളരെയധികം കരുതലും ശ്രദ്ധയും ഈ സമയം വേണം. അടുത്തത് കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം അവസാന അരഭാഗം, അതുപോലെ തന്നെ ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശിക്കാർക്ക് ഈ വർഷത്തിൻ്റെ അവസാനത്തോടെ ജീവിതം മാറിമറിയുന്ന പല സംഭവങ്ങളും ഉണ്ടാകാം. പലപ്പോഴും ലാഭകരമായ പല നേട്ടങ്ങളും ഇവരെ കാത്തിരിക്കുന്നതാണ്. ധനനേട്ടങ്ങൾ പ്രത്യേകിച്ചും നിങ്ങളെ മികച്ച അവസ്ഥയിൽ എത്തിക്കുന്നതായിരിക്കും. വർഷത്തിൻ്റെ 2-ാം പകുതിയിൽ പലപ്പോഴും
നേട്ടങ്ങൾ കൂടുതൽ പ്രയോജനകരമായി മാറുന്നതായിരിക്കും. സമ്പാദ്യത്തിൽ പക്ഷേ ഈ വർഷം അല്പം ദൗർബല്യം അനുഭവപ്പെടും. സമ്പാദിക്കുവാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. മെയ് മാസം വരെ കുഴപ്പമില്ലാത്ത രീതിയിൽ പണം കൈകാര്യം ചെയ്യാൻ സാധിക്കും. എങ്കിലും പൊതുവെ ഈ വർഷം പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ കുംഭം രാശിക്കാർക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അവസാനമായി മീനം രാശിയിൽപ്പെട്ട പൂരുരുട്ടാതി, അവസാനകാൽ ഭാഗം ഉത്രട്ടാതി, അതുപോലെ തന്നെ രേവതി. മീനം രാശിക്കാർക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ അത്ര നല്ലതല്ലാത്ത ഒരു സമയമായിരിക്കും എന്നതാണ് സത്യം. കാരണം ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് ഇവർക്ക് ഉണ്ടാവുക. പണത്തിൻ്റെ അധിപനായ ചൊവ്വ ചില മാസങ്ങളിൽ ഗുണങ്ങൾ പ്രദാനം ചെയ്യുമ്പോൾ അത് ചില മാസങ്ങളിൽ ദോഷഫലത്തിലേക്കും എത്തുന്നതായിരിക്കും. കൂടാതെ മാർച്ചിന് ശേഷം ചെറിയ രീതിയിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടാം. പലപ്പോഴും ഒരു പുതിയ സാമ്പത്തിക സ്രോതസ്സ് നിങ്ങളെ തേടി എത്താം. എങ്കിലും കഠിനാധ്വാനം ചെയ്താൽ സമ്പാദിക്കുന്നതിനുള്ള സാധ്യത വർദ്ധിക്കുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.